ഇന്ന് നമുക്ക് സൈക്കോ കില്ലറിന്റെ കഥ പറയുന്ന ഐ ആം ഗോഡ് എന്ന കന്നഡ സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, ഒരു നാട്ടില് കറുത്ത വേഷവും മാസ്കും ധരിച്ചൊരാൾ ഞാനാണ് ദൈവമെന്ന് പറഞ്ഞ് കൊലപാതകങ്ങൾ ചെയ്യുവാനായും തുടങ്ങി. ഒരു സൈക്കോ കില്ലറിനെ പോലെയാണ് തുടരെ തുടരെ കൊലപാതകങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നതും. അതും ഓരോ പെൺകുട്ടികളെയും ടാർഗറ്റ് ചെയ്താണ് കൊല്ലുന്നതും. എന്തുകൊണ്ടായിരിക്കാം ആ ഒരു കില്ലറിന്റെ ടാർഗറ്റ് എല്ലാം പെൺകുട്ടികളായി മാറുന്നത്? മാത്രവുമല്ല, കൊല ചെയ്യുന്ന പെൺകുട്ടികളുടെ എല്ലാവരുടെയും ചൂണ്ടുവിരൽ അറുത്തെടുക്കുന്നു. അതിനുശേഷം അവരെ ജീവനോട് കൂടി തീ കൊളുത്തുന്നു. അവർ മരണപ്പെടുന്നതെല്ലാം അവിടെ നിന്ന് നോക്കി കാണുകയാണ് ഈ സൈക്കോ കില്ലർ. അതിനുശേഷം അവരുടെ രക്തം ഉപയോഗിച്ച് തന്നെ ഐ ആം ഗോഡ് എന്ന് ചുമരിൽ എഴുതി വെച്ചിട്ടാണ് പോകുന്നത്. ഈ ഒരു കേസ് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എത്തുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ എത്ര തന്നെ കേസ് അന്വേഷിച്ചിട്ടും കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂചന പോലും കിട്ടുന്നതേയില്ല. ആരാണ് കൊലയാളി? എന്തിനാണ് പെൺകുട്ടികളെയൊക്കെ ഇത്രയും ക്രൂരമായി കൊന്നുകളയുന്നത് എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. അതിനു മുൻപായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുമ്പോൾ കാണിക്കുന്നത്, രാത്രി ഒരു സ്ത്രീ അവരുടെ വീട്ടിലെ കിച്ചണിൽ ഫുഡ് കഴിക്കുവാനായി എത്തിയിരിക്കുകയാണ്. എന്നാൽ അവർ ഫുഡ് കഴിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ അവരുടെ പിന്നിലായിട്ട് കറുത്ത വസ്ത്രമൊക്കെ ധരിച്ച് മാസ്കും ധരിച്ചൊരാൾ നിൽക്കുന്നുണ്ട്. ആരാണെന്ന് കാണിക്കുന്നതേയില്ല. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കോളേജിൽ പഠിക്കുന്ന കഥാനായകനായ ദേവയാണ്. ദേവയ്ക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. അവളുടെ പേരാണ് ബിന്ദു. ദേവയും ബിന്ദുവും തമ്മിലുള്ള പ്രണയം കോളേജിൽ ആകെ പാട്ടാണ്. എന്നാൽ ഒരു ദിവസം ദേവ ബിന്ദുവിനെയും കൂട്ടി ക്ലാസ്സിലെ പിള്ളേരെ എല്ലാവരെയും പുറത്തിറക്കിയിട്ട് കഥ കടയ്ക്കുന്നു. എന്നിട്ട് രണ്ടുപേരും ക്ലാസ് റൂമിലിരുന്ന് റൊമാൻസ് ചെയ്യുവാനായും ആരംഭിച്ചു. കുട്ടികൾ എല്ലാവരും പുറത്തു നിൽക്കുന്നത് കണ്ട് പ്രൊഫസർ അവിടേക്ക് വരും. വിവരം തിരക്കുന്ന സമയത്ത് ദേവ തന്റെ ഗേൾഫ്രണ്ടിനെയും കൊണ്ട് ക്ലാസ് മുറിയിൽ കയറി കഥ കടച്ചു എന്ന് പിള്ളേർ പറയുന്നു. എന്നാൽ ദേവയുടെ പേര് കേട്ടതും പ്രൊഫസർ ആണെങ്കിൽ ഒന്നും മിണ്ടുന്നതേയില്ല, സൈലന്റ് ആകും. അതേസമയം തന്നെ പ്രിൻസിപ്പാൾ ആണെങ്കിൽ ഈ വിവരം അറിയുകയും ദേവയുടെ അച്ഛനെ കോളേജിലേക്ക് വിളിക്കുകയും ചെയ്തു. ദേവ ടോപ്പർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയതുകൊണ്ടാണ് അവനെ കോളേജിൽ നിന്ന് പറഞ്ഞു വിടാത്തത്. അവനും അവന്റെ കാമുകിയും ചേർന്ന് ഈ കോളേജിൽ കാണിച്ചു കൂട്ടുന്നത് പുറത്തു പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അവനെ എങ്ങനെയെങ്കിലും നിങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണമെന്നും അച്ഛനോട് പ്രിൻസിപ്പാൾ പറയുന്നു. തന്റെ മകനെ കുറിച്ച് പ്രിൻസിപ്പാൾ അത്രയും മോശമായിട്ട് പറയുന്നത് കേട്ട് അച്ഛൻ ആകെ ഷോക്കായി പോകുന്നു. അച്ഛന് നല്ല സങ്കടമുണ്ട്. അവനാണെങ്കിൽ ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാ. ഞങ്ങൾ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നോക്കട്ടെ, പതിയെ പതിയെ അവനെ മാറ്റിയെടുക്കാമെന്നും അച്ഛൻ പ്രിൻസിപ്പാളിന് വാക്ക് കൊടുക്കുന്നു. കോളേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ ബിന്ദുവുമായിട്ട് കൊഞ്ചി കൊഴിഞ്ഞു നിൽക്കുന്ന ദേവയാണ് അച്ഛൻ കാണുന്നതും. ആ ഒരു കാഴ്ച കണ്ട് മനസ്സ് വേദനിച്ചാണ് അച്ഛൻ വീട്ടിലേക്ക് പോയതും. അന്നേ ദിവസം കോളേജ് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന ദേവയോട് അച്ഛൻ ഈ കാര്യം ചോദിക്കും. എന്നാൽ ദേവ അച്ഛനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നു. ചെറിയ കാര്യത്തിന് പോലും അവന് പെട്ടെന്ന് ദേഷ്യം വരുമല്ലോ. ഇതൊക്കെ കണ്ട ഞാനിവിടേക്ക് വരാത്തത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ദേവ തന്റെ റൂമിലേക്ക് പോയി കഥ കടയ്ക്കുന്നു. അതോടുകൂടി അച്ഛൻ അവനോട് ഒന്നും പറയാൻ കഴിയാതെയായി സങ്കടപ്പെട്ടിരിക്കുകയാണ് അച്ഛൻ. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത്, സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച ദുരൂഹത നിറഞ്ഞൊരു മനുഷ്യനില്ലേ, മാസ്ക് ഒക്കെ ധരിച്ച് കറുത്ത വേഷമൊക്കെ അണിഞ്ഞ അയാളാണെങ്കിൽ ഒരു പെൺകുട്ടിക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നു. അതിനുശേഷം അവളുടെ ചൂണ്ടുവിരൽ അറുത്തെടുക്കുകയാണ്. എന്നിട്ട് അവളുടെ ബോഡി കത്തിച്ച് കളയുകയും ചെയ്യുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ ദേവയോട് പറഞ്ഞതൊക്കെ ദേവ ചിന്തിക്കുന്നു. അതോടുകൂടി ഇനിയുള്ള ദിവസങ്ങളിൽ ബിന്ദുവുമായിട്ട് ചെറിയൊരു ഡിസ്റ്റൻസ് ഇടണമെന്നും ദേവ തീരുമാനിക്കുന്നു. അങ്ങനെ കോളേജിലെത്തുന്ന സമയം ദേവയ്ക്കടുത്തേക്ക് ബിന്ദു വരുന്നുണ്ട്. എന്നത്തെയും പോലെ തന്നെ ദേവയുടെ മടിയിലേക്ക് അവൾ കയറിയിരിക്കും. ഇങ്ങനെയൊന്നും ചെയ്യണ്ട, കുറച്ച് നമുക്കൊന്ന് ഡിസ്റ്റൻസ് ഇടാമെന്നും ദേവ പറയുന്നു. അത് കേട്ടതും ബിന്ദുവിന് വല്ലാതെ ദേഷ്യം വരും. നമ്മുടെ ലൈഫല്ലേ, നമ്മുടെ ഇഷ്ടമല്ലേ എന്നൊക്കെ ബിന്ദു പറയുമ്പോഴും ദേവ അച്ഛൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ കാര്യമൊക്കെ ബിന്ദുവിനോട് പറയുന്നു. എന്നാൽ ബിന്ദുവിനത് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്തതും. ദേവയെ ഒന്ന് ദേഷ്യപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ബിന്ദു നേരെ പോകുന്നത് മറ്റൊരു പയ്യനടുത്തേക്കാ. എന്നിട്ട് അവന്റെ മടിയിലൊക്കെ കയറിയിരിക്കും. അത് കാണുന്ന ദേവയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയും ആ പയ്യനെ തല്ലുകയും ഒക്കെ ചെയ്യുന്നു. മാത്രമല്ല, പിന്നീട് അവൻ ബിന്ദുവിനോട് മിണ്ടാതായി. എന്നാൽ അത് ബിന്ദുവിന് സഹിക്കാനായില്ല. ദേവ കൂട്ടുകാർക്കൊപ്പം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയം തന്നെ ദേവയ്ക്കടുത്തേക്ക് ബിന്ദു എത്തുകയാണ്. എന്നിട്ട് ദേവയോട് ഒരുപാട് മാപ്പും പറയും. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ കാണിച്ചത്. നീ എന്നോട് പിണങ്ങരുതെന്നൊക്കെ പറഞ്ഞ് അവനടുത്ത് നിന്ന് പൊട്ടിക്കരയുന്നു. അതോടുകൂടി ദേവയും അവളോട് ക്ഷമിക്കും. എന്നിട്ട് ദേവ പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും വലിയ സ്വപ്നം നിന്നെ കല്യാണം കഴിച്ച് നമുക്കൊരു കുഞ്ഞൊക്കെ ആയിട്ട് എൻ്റെ അച്ഛൻ, അമ്മ, നീ, നമ്മുടെ കുഞ്ഞ്, ഞാൻ, അങ്ങനെ നമ്മൾ 5 പേരും ചേർന്ന് സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണെന്നും അവന്റെ സ്വപ്നങ്ങളെല്ലാം അവൻ ബിന്ദുവിനോട് പറയുന്നു. എന്നാൽ മറ്റൊരു വശത്ത് സൈക്കോ കില്ലർ ആണെങ്കിൽ തന്റെ അടുത്ത ഇരയെ കണ്ടെത്തിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ ക്രൂരമായി ഉപദ്രവിക്കുകയും അവളുടെ ചൂണ്ടുവിരൽ മുറിച്ചെടുക്കുകയും
ചൂണ്ടുവിരൽ മുറിച്ചെടുത്തതിന് ശേഷം ജീവനോടെ തന്നെ ആ പെൺകുട്ടിയെ കത്തിച്ചു കളയുകയാണ്. എന്നിട്ട് അവളുടെ ബ്ലഡ് ഉപയോഗിച്ച് തന്നെ ഐ ആം ഗോഡ് എന്ന് അവിടുത്തെ ഭിത്തിയിലും എഴുതി വെച്ചു. ആ പെൺകുട്ടിയുടെ ശവശരീരം കത്തിത്തീരുന്നത് വരെ അതെല്ലാം കണ്ടു നിൽക്കുകയാണ് ആ സൈക്കോ. ഈ ഒരു കേസെല്ലാം അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു തുമ്പ് പോലും കിട്ടാത്തത് കൊണ്ട് അവർ വല്ലാത്ത ടെൻഷനിൽ നിൽക്കുകയാണ്. ഉയർന്ന ഉദ്യോഗസ്ഥനോട് അവർ ആ കാര്യങ്ങളും പറയുന്നുണ്ട്. ഒരു തരത്തിലുള്ള തെളിവും കിട്ടുന്നതേ ഇല്ല എന്ന് പറയുമ്പോൾ ഉയർന്ന ഉദ്യോഗസ്ഥനാണെങ്കിൽ സസ്പെൻഷനിലായിരുന്ന ഭരത് എന്ന ഉദ്യോഗസ്ഥനെ കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥനോട് പറയുന്നു. എന്നാൽ ഭരത്തിനെ വീണ്ടും ഈ ഒരു കേസ് അന്വേഷിക്കുവാൻ കൊണ്ടുവരുന്നതില് ആ ഉദ്യോഗസ്ഥന് വലിയ താല്പര്യമൊന്നുമില്ല. എങ്കിലും ഉയർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കും. ബിന്ദുവിനെയും ദേവയും ചേർത്ത് നാട്ടുകാരൊക്കെ ഓരോന്ന് പറയുന്നത് കൊണ്ട് തന്നെ ദേവ ബിന്ദുവിനെയും കൂട്ടി തന്റെ വീട്ടിലേക്ക് വരുന്നു. അച്ഛനും അമ്മയ്ക്കും അവളെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് അച്ഛന്റെയും അമ്മയുടെയും മുന്നിൽ വെച്ച് അവളുടെ വിരലിൽ മോതിരം അണിയുന്നു. ഇനി നാട്ടുകാരൊന്നും ഒന്നും പറയില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കുവാനായും തീരുമാനിച്ചിരിക്കുകയാണെന്നും ദേവ പറയുന്നു. ദേവയുടെ അച്ഛനും അമ്മയ്ക്കും ബിന്ദുവിനെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ബിന്ദുവിനെ കൊണ്ട് പോകുവാനായി ഇറങ്ങുന്ന സമയമായിരുന്നു ദേവയുടെ വീടിന് മുന്നിലിരിക്കുന്ന ആളിനെ കണ്ട് ബിന്ദു പേടിച്ചു പോകുന്നതും. പേടിക്കണ്ട, അവനൊരു പാവമാ, നമ്മുടെ വീട്ടിലെ ഒരു കാവൽ നായയെ പോലെയാണ് അവനെന്നും ദേവ പറയുന്നു. എന്നിട്ട് ആ പയ്യൻ ആരാണെന്നുള്ള കാര്യം ദേവ ബിന്ദുവിന് പറഞ്ഞു കൊടുക്കുകയാണ്. മുൻപൊരു ദിവസം നമ്മുടെ വീടിന് മുന്നിലെ ഇവൻ വീണ് കിടക്കുകയായിരുന്നു. അവന് ബോധമൊന്നുമില്ലായിരുന്നു. എന്നാൽ അമ്മ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തുകയും അവന് ആഹാരമൊക്കെ കൊടുക്കുകയും ചെയ്തു. സത്യത്തിൽ അവന് അച്ഛനും അമ്മയും ആരും തന്നെയില്ല, അനാഥനാണ്. അന്നു മുതൽ അമ്മയാണ് അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവന് ആഹാരമൊക്കെ കൊടുക്കുന്നതും. അവനാണെങ്കിൽ നമ്മുടെ വീടിന് മുന്നിൽ തന്നെയാണ് കിടക്കുന്നതും. അവനൊരു പാവമാ, ആർക്കും തന്നെ അവനെ കൊണ്ട് ഒരു ശല്യവുമില്ല എന്നും ദേവ ബിന്ദുവിനോട് പറയുന്നു. അതേസമയം തന്നെയായിരുന്നു കമ്മീഷണർ ഓഫീസിലേക്ക് സസ്പെൻഷനിലായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനായ ഭരത് എത്തുന്നതും. ഇപ്പോൾ നടക്കുന്ന സൈക്കോ കൊലപാതകത്തിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എടുത്ത് വായിച്ചു നോക്കുകയും തന്റേതായ രീതിയിൽ അന്വേഷണവും ആരംഭിച്ചു. അതേ സമയത്തായിരുന്നു ആ സൈക്കോ കില്ലർ തന്റെ അടുത്ത ഇരയെ കണ്ടെത്തിയതും ആ പെൺകുട്ടിയുടെ ചൂണ്ടുവിരൽ അറുത്തെടുത്ത് ജീവനോടെ അവളെ തീ കൊളുത്തിയതും. സംഭവ സ്ഥലത്തേക്ക് ഭരത്തും കൂട്ടരും എത്തുകയാണ്. അതിൽ നിന്നും ഭരത് ഒരു കാര്യം കണ്ടെത്തുന്നു. ഇതുവരെയും ആ ഒരു സൈക്കോ കില്ലർ നടത്തിയിരിക്കുന്നത് 3 കൊലപാതകങ്ങളല്ല, 6 കൊലപാതകങ്ങളാണ്. ഈ നാട്ടിൽ മാത്രമാണ് 3 പല പല സ്ഥലങ്ങളിലായിട്ട് മുഴുവനായിട്ടും 6 കൊലപാതകങ്ങളായി നടത്തിയിരിക്കുന്നത്. മാത്രവുമല്ല ഫോക്കസ് ചെയ്യുന്നതെല്ലാം പെൺകുട്ടികളെ മാത്രമാണ്. ഇനിയും അയാൾ ഒരുപാട് പെൺകുട്ടികളെ കൊല്ലുന്നതിന് മുൻപ് ആ ഒരു സൈക്കോ കില്ലറിനെ കണ്ടെത്തണമെന്നും ഭരത് തീരുമാനിക്കുന്നു. ദേവയ്ക്കൊപ്പം പുറത്തുപോയ ബിന്ദു ദേവ അവളെ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് കണ്ട് അവനെ ദേഷ്യം പിടിപ്പിക്കുവാനായിട്ട് ഒരു പയ്യന്റെ അടുത്ത് കൊഞ്ചി കുഴയുവാനായി പോകും. എന്നാൽ ആ പയ്യനാണെങ്കിൽ അവൾ വെറുതെ തമാശയ്ക്ക് ചെയ്തതാണെന്ന് മനസ്സിലാക്കി അവളെ ഒരുപാട് മോശമായി സംസാരിക്കുന്നു. അത് കേട്ട് ദേഷ്യം വന്ന ദേവ അവനെ തല്ലുകയും ചെയ്യും. എന്നാൽ അവനാണെങ്കിൽ ആ നാട്ടിലെ പേരുകെട്ട ഗുണ്ടയുടെ സഹോദരനായിരുന്നു. കോളേജിൽ എക്സാമിനായി എത്തിയ ദേവയാണെങ്കിൽ എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴോ അവനെ കാത്ത് കുറേ ഗുണ്ടകൾ ഗ്രൗണ്ടിനടുത്തുണ്ടായിരുന്നു. ദേവയെ അവർ ഒരുപാട് തല്ലും. ദേവയും തിരിച്ചു തല്ലുവാനായി ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയത്തായിരുന്നു അതുവഴി പോകുന്ന ഭരതും കൂട്ടരും ആ ഒരു കാഴ്ച കാണുന്നതും. ഭരത് ഉടനെ തന്നെ മറ്റു പോലീസുകാരോട് പറഞ്ഞ് ആ പയ്യന്മാരെയൊക്കെ പിടിച്ചു മാറ്റുവാനായും പറയും. പോലീസുകാർ അവിടെ എത്തി ആ ഒരു പ്രശ്നം കോംപ്രമൈസ് ആക്കുവാനായും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആ ഗുണ്ടകൾ പറഞ്ഞിട്ട് പോകുന്നുണ്ട്, ഇനി നിന്നെ കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ദേ നിന്റെ ഈ കാമുകിയില്ലേ, അവളെ റേപ്പ് ചെയ്ത് ദൂരെ വഴിയിൽ വലിച്ചെറിയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവിടെ നിന്ന് പോകുന്നതും. ഗുണ്ടകൾ പറഞ്ഞിട്ട് പോയത് കേട്ട് ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ് ദേവ. ദേവയും വിരട്ടിയിട്ടാണ് പോലീസുകാർ അവിടെ നിന്ന് പോകുന്നതും. എന്നാൽ മറ്റൊരു വശത്ത് ജിമ്മിൽ ജോലി ചെയ്യുന്ന കണ്ണിന് ചെറിയ പ്രശ്നമുള്ള പയ്യനെ കാണിക്കുന്നു. സ്ത്രീകളുടെ ജിമ്മിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. എന്നാൽ അവന്റെ മെയിൻ പരിപാടി എന്തെന്നാൽ വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകളെയൊക്കെ നോക്കി രസിക്കുക. അത് തന്നെയാണ് അവന്റെ മെയിൻ പരിപാടി. എന്നാൽ മറ്റൊരു വശത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനാണ് കാണിക്കുന്നത്. ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുന്ന നായിക ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്നു. സംഭവ സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥർ എത്തുകയാണ്. ആ സൈക്കോ കില്ലർ ആയിരിക്കാം ഈ പെൺകുട്ടിയെ കൊന്നത് എന്നൊരു കൺക്ലൂഷനിലാണ് അവരെത്തുന്നതും. എന്നാൽ അതേ സമയം തന്നെ സംഭവ സ്ഥലത്ത് കറുത്ത ജാക്കറ്റൊക്കെ ധരിച്ച് മാസ്ക് ധരിച്ച് നിൽക്കുന്ന ഒരാളിനെ കാണുന്നു. ഉടനെ തന്നെ ഭരതാണെങ്കിൽ അയാളുടെ അടുത്തേക്ക് പോകുമ്പോഴോ ഭരത്തിനെ കണ്ടതും ആ ഒരാളാണെങ്കിൽ ഓടിക്കളയും. ഭരത്തും പിന്നാലെ പോകുവാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാളാണെങ്കിൽ ഓടി രക്ഷപ്പെട്ട് കളയും. അതോടുകൂടി ഭരത്തിന് അയാളെ പിടിക്കാൻ പറ്റാതായി. എന്നാൽ അടുത്ത ദിവസം ജിമ്മിലേക്ക് വർക്കൗട്ട് ചെയ്യുവാനായിട്ട് ഒരുപാട് സ്ത്രീകൾ എത്തിയിരിക്കുകയാണ്. എന്നാൽ അവിടെ വർക്ക് ചെയ്യുന്ന ആ ഒരു പയ്യനാണെങ്കിലോ അവരെയൊക്കെ നോക്കി രസിക്കുന്നു. എന്നാൽ അത് ഒരു കണ്ണ് ഡോക്ടറായ സ്ത്രീ കാണുന്നുണ്ട്. അവരാണെങ്കിൽ ഉടനെ തന്നെ പറയുന്നുണ്ട്, ഞാനൊരു കണ്ണ് ഡോക്ടറാ, നീ നോക്കുന്നത് വേറെ രീതിയിലാണെന്നുള്ളത് നിന്റെ കണ്ണ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. നിന്റെ കണ്ണിന് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവനെ ഒരുപാട് വഴക്ക് പറയുന്നു. മാത്രമല്ല തന്റെ സഹോദരനെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ആ ഒരു കണ്ണ് ഡോക്ടറിന്റെ സഹോദരൻ മറ്റാരുമല്ല പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ഭരതാണ്.
ഭരത് ഉടനെ തന്നെ ജിമ്മിന്റെ ഓണറിനോട് പറയുന്നുണ്ട്, എത്രയും വേഗം അവനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നിന്റെ ജിമ്മ് ഞാൻ പൂട്ടിക്കുമെന്ന് വിരട്ടിയതോടുകൂടി ആ ഒരു ജിമ്മിന്റെ ഓണർ ആണെങ്കിലോ ആ കണ്ണു വയ്യാത്ത പയ്യനെ ജിമ്മിൽ നിന്നും അടിച്ചിറക്കുകയാണ് ചെയ്തതും. അതോടുകൂടി അവന് വല്ലാത്ത ദേഷ്യമാവുകയും ചെയ്യും. എന്നത്തെയും പോലെ എക്സാം എഴുതുവാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ് ദേവ. പക്ഷേ ബിന്ദു വന്നിട്ടില്ല. എത്ര തന്നെ അവളെ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നതുമില്ല. അതോടുകൂടി ടെൻഷനായ ദേവ ബിന്ദുവിനെ അന്വേഷിച്ചിറങ്ങുന്നു. എന്നാൽ ഒരു കോഫി ഷോപ്പില് ബിന്ദുവിന്റെ കാറ് കിടക്കുന്നത് ദേവ കാണുന്നു. അകത്തേക്ക് കയറി ചെല്ലുമ്പോഴോ ഞെട്ടിക്കുന്നൊരു കാഴ്ചയാണ് ദേവ കണ്ടത്. എന്തെന്നാൽ ദേവയുടെ കസിനും ബിന്ദുവും കയ്യിൽ പിടിച്ചിരുന്ന് സംസാരിക്കുന്നതും. അതോടുകൂടി ദേവ ആകെ ഷോക്കായി പോകുന്നു. അത് കണ്ട് ദേഷ്യം വന്നവൻ അകത്തേക്ക് കയറി ചെല്ലുമ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം കൂടി അവൻ അറിയുന്നതും. എന്തെന്നാൽ ബിന്ദു കോളേജിൽ വരുന്നതിന് മുൻപ് ദേവയുടെ കസിനും ബിന്ദുവും തമ്മിൽ പ്രണയത്തിലായിരുന്നു. ബിന്ദു കോളേജിൽ കയറിയതിനു ശേഷമാണ് ദേവയുടെ കസിനാണെങ്കിൽ കാനഡയിലേക്ക് പോയതും. പോകുന്നതിന് മുൻപ് തന്നെ ദേവയുടെ കസിൻ പറഞ്ഞിട്ടുണ്ട്, കോളേജിൽ നീ ചേരുന്ന സമയത്ത് എന്റെ കസിൻ അവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവനുമായിട്ട് നീ അങ്ങനെ അടുക്കാനൊന്നും പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് ഈ പയ്യൻ കാനഡയിലേക്ക് പോയതും. എന്നാൽ അവിടെ എത്തിയ ദേവയുടെ കസിനാണെങ്കിലോ അവിടെ വെച്ച് മറ്റൊരു പെണ്ണുമായിട്ട് അഫെയറിലായി. അവളുമായിട്ട് കറങ്ങി നടക്കുന്നതെല്ലാം ബിന്ദു അറിയുകയുണ്ടായി. അതോടുകൂടി ബിന്ദുവിന് വല്ലാതെ ദേഷ്യമാകും. തന്റെ കാമുകനിട്ട് പണി കൊടുക്കുവാൻ വേണ്ടിയിട്ട് ആരോട് മിണ്ടരുതെന്ന് കാമുകൻ പറഞ്ഞു അവനോട് തന്നെ പോയി മിണ്ടുകയും സഹകരിക്കുകയും അവനുമായിട്ട് പ്രണയത്തിലാവുകയും ചെയ്തു. ഇതെല്ലാം അറിഞ്ഞതും ദേവയ്ക്ക് സഹിക്കാനായില്ല. ഇതിനിടയിൽ തന്നെ ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് മനസ്സിലായ ബിന്ദു ആണെങ്കിലോ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്തത്. സത്യമെല്ലാം മനസ്സിലാക്കിയ ദേവയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരികയും അവന്റെ സമനില തെറ്റുന്ന അവസ്ഥയായി. ഇവളില്ലെങ്കിലും ഞാൻ ജീവിക്കുമെടാ, എനിക്കും വേറെ പെണ്ണ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചുകൊണ്ടാണ് ദേവ അവിടെ നിന്ന് പോകുന്നത്. അതിനുശേഷം ദേവയാണെങ്കിലോ മദ്യപിക്കുവാനായും ആരംഭിച്ചു. അവനാണെങ്കിൽ എപ്പോഴും മദ്യപിച്ചുകൊണ്ടാണ് നടക്കുന്നതും. അവൻ എന്ത് ചെയ്യണമെന്നറിയില്ല. എന്നാൽ മറ്റൊരു വശത്ത് ആ ഒരു ജിമ്മിൽ നിന്നിറങ്ങിയ ആ പയ്യനില്ലേ, അവനാണെങ്കിൽ കണ്ണ് ഡോക്ടറെ ഫോളോ ചെയ്തു പോകുന്നു. കണ്ണ് ഡോക്ടർ വീട്ടിലെത്തിയ സമയത്താണെങ്കിലോ ആ വീടിനുള്ളിലേക്ക് കടക്കുകയും എങ്ങനെയാണോ സൈക്കോ കില്ലർ ഇതുവരെയും കൊലപാതകങ്ങൾ നടത്തിയത് അതുപോലെ തന്നെ ഈ പയ്യനും ചെയ്യുവാനായും ശ്രമിച്ചു. കണ്ണ് ഡോക്ടറിനെ തീയിട്ടതിനു ശേഷം അവൻ ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. അതേസമയമായിരുന്നു ഭരത് അവിടേക്ക് വരുന്നതും. വീട്ടിൽ നിന്നും പുക ഉയരുന്നതും തന്റെ സഹോദരിയുടെ കരച്ചിലും ഭരത് കേൾക്കുന്നു. കതക് തള്ളി തുറന്ന് നോക്കുമ്പോഴോ തീയിൽ വെന്തുരുകുന്ന തന്റെ സഹോദരിയാണ് കണ്ടതും. തന്റെ കയ്യിൽ കിട്ടിയ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീ അണച്ചതിനു ശേഷം സഹോദരിയെ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോകും. തന്റെ സഹോദരിയോട് ഈ ഒരു ക്രൂരത കാണിച്ചവനെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഭരത് തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണമായി. ഇനി ഒരാളെ കൂടി ഈ സൈക്കോ കില്ലർ കൊല്ലരുത്, അതിനു മുൻപ് തന്നെ അവനെ പിടികൂടണമെന്നും ഭരത് തീരുമാനിക്കുന്നു. എന്നാൽ സഹോദരിയാണെങ്കിലോ വേദന സഹിക്കാനാകാതെ സഹോദരി ആത്മഹത്യയും ചെയ്തു. അതോടുകൂടി ഭരത്തിന് ആകെ ദേഷ്യമായി. ഭരത്താണെങ്കിൽ സൈക്കോ കില്ലറിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും തുടരുകയാണ്. മറ്റൊരു വശത്ത് ദേവയെ കാണിക്കുന്നു. ദേവയാണെങ്കിലോ ബിന്ദു പോയതിനു ശേഷം വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ കണ്ടെത്താമെന്ന് കരുതി ഒരുപാട് പെൺകുട്ടികളോട് ഡേറ്റ് ചെയ്തു നോക്കും. പക്ഷേ ആരും തന്നെ അവന്റെ മനസ്സിന് പിടിക്കുന്നതേയില്ല. എല്ലാവരുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തും അവന് ബിന്ദുവിനെയാണ് ഓർമ്മ വരുന്നതും. എന്നാൽ ഒരു ദിവസം വീട്ടിലിരിക്കുകയായിരുന്ന ദേവയ്ക്ക് ബിന്ദുവിന്റെ ഒരു കോള് വരുന്നു. പക്ഷെ അവനെ എടുക്കുന്നതേയില്ല. മെസ്സേജ് എടുത്ത് നോക്കുന്ന സമയത്ത് ബിന്ദുവിനെ ആരോ ഉപദ്രവിച്ചു, തന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു വോയിസ് മെസ്സേജ് ആയിരുന്നു ഉണ്ടായിരുന്നതും. ഉടനെ തന്നെ അവൻ ബിന്ദുവിനടുത്തേക്ക് ചെല്ലും. പക്ഷേ അത് ദേവയെ വിളിച്ചു വരുത്തുവാൻ വേണ്ടിയിട്ട് ബിന്ദു ചെയ്ത ചെറിയൊരു ട്രിക്കായിരുന്നു. ദേവയോട് അവൾ ഒരുപാട് മാപ്പ് പറയും. ഞാനും നിന്റെ കസിനും തമ്മിൽ ലവ് അഫെയറിലായിരുന്നു. പക്ഷേ കോളേജിൽ വന്ന സമയത്ത് അവൻ എന്നെ ചതിച്ചു. അതിന് പകരമായിട്ടാ ഞാൻ നിന്നെ കണ്ടുപിടിച്ചതും. എന്നാൽ പോകെ പോകെ എനിക്ക് നിന്നോട് ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം തോന്നി. അവൻ എന്നെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിച്ചു. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഞങ്ങളുടെ വീട്ടുകാരാണെങ്കിൽ എന്റെയും നിന്റെ കസിന്റെയും വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. എനിക്ക് ആ വിവാഹത്തിന് താല്പര്യമില്ല എന്നും ബിന്ദു പറയുന്നു. എന്നാൽ അത് കേട്ട് ദേവിക്ക് വല്ലാതെ ദേഷ്യം വരും. ഇനിയും മണ്ടനാകുവാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ബിന്ദുവിനെ അവിടെ നിർത്തിയിട്ടാണ് ദേവ പോകുന്നതും. അടുത്ത ദിവസം ബിന്ദുവിന്റെ വിവാഹമാ. ദേവയ്ക്കാണെങ്കിൽ ബിന്ദുവില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയാണ്. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും പറയരുതായിരുന്നു, ബിന്ദുവിനെ ഒഴിവാക്കരുതായിരുന്നു, അവളെ അന്നങ്ങ് സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ ദേവ ചിന്തിക്കും. കൂട്ടുകാരോടും അവൻ ആ കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് പോയി ആ കല്യാണം മുടക്കിയിട്ട് ബിന്ദുവിനെ കൂട്ടിക്കൊണ്ടു വരാമെന്നും കൂട്ടുകാർ ദേവയോട് പറയും. എന്നാൽ അടുത്ത ദിവസം വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയ ദേവയുടെ കൂട്ടുകാരാണെങ്കിൽ ദേവയുടെ കസിനെ കടത്തിക്കൊണ്ടു പോകുന്നു. അതോടുകൂടി ആ ഒരു വിവാഹവും മുടങ്ങിപ്പോവുകയാണ്. എന്നാൽ ബിന്ദു ആണെങ്കിലോ സൂയിസൈഡിനും ശ്രമിച്ചിരിക്കുന്നു. ഒന്നാമത് അവൾക്ക് ദേവയോട് അങ്ങനെ ചെയ്തതിൽ കുറ്റബോധം കാരണമാണ് അവൾ അങ്ങനെ ചെയ്തതും. ഉടനെ തന്നെ ദേവ അവളെ ഹോസ്പിറ്റലിലേക്കും എത്തിക്കും. ഒരുവിധം ബിന്ദു രക്ഷപ്പെടുകയാണ്. എല്ലാവർക്കും മുന്നിൽ വെച്ച് നമുക്ക് വിവാഹം കഴിക്കാമെന്ന്
ബിന്ദുവിനോട് ദേവ ചോദിക്കുന്നു. അങ്ങനെ ബിന്ദു അതിന് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ദേവ അവളുടെ കഴുത്തിൽ താലി കെട്ടി. എന്നാൽ മറ്റൊരു വശത്ത് ഭരത്തിന്റെ സഹോദരിയെ ജിമ്മിൽ ജോലി ചെയ്യുന്ന പയ്യൻ ഫോളോ ചെയ്തിരുന്നത് പോലീസുകാർ കണ്ടെത്തിയിരുന്നു. ഉടനെ തന്നെ അവനെ കഷ്ടപ്പെട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നതും മറ്റൊരു സ്ഥലത്തേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നതും. ഇത്രയും നാൾ ഒരുപാട് പെൺകുട്ടികളെയൊക്കെ കൊന്ന സൈക്കോ കില്ലർ അവനാണെന്ന് പോലീസുകാർ ഉറപ്പിച്ചു. ഈ വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയാണ് ഭരത്. തന്റെ സഹോദരി ഉൾപ്പെടെ ഒരുപാട് പെൺകുട്ടികളോട് ക്രൂരത ചെയ്ത നീ ഇനി ജീവനോടെ കാണാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്റെ തോക്കെടുത്ത് ഭരത് അവനെ വെടിവെച്ച് കൊല്ലുന്നു. ഇങ്ങനെയുള്ളവനൊന്നും ജീവനോടെ ഇരിക്കാൻ പാടില്ല. ഇവനാണ് പെൺകുട്ടികളെയൊക്കെ കൊന്നുകളഞ്ഞ സൈക്കോ കില്ലർ. അതുകൊണ്ടാണ് ഞാൻ അവനെ എൻകൗണ്ടർ ചെയ്തതെന്നും ഭരത് മീഡിയക്കാർക്ക് മുന്നിൽ പറയുന്നു. ഇതെല്ലാം ടി വി വഴി ടെലികാസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ അത് ടി വി വഴി കണ്ടുകൊണ്ട് നിൽക്കുകയാണ് യഥാർത്ഥ സൈക്കോ കില്ലർ. എല്ലാവരും കരുതിയിരുന്നത് ആ ജിമ്മിലുള്ള പയ്യനാണ് യഥാർത്ഥ കില്ലർ എന്നല്ലേ. പക്ഷേ അല്ല, യഥാർത്ഥ കില്ലർ മറഞ്ഞിരുന്നതെല്ലാം കാണുന്നുണ്ട്. മാത്രമല്ല തന്റെ താവളത്തിൽ ഒരു ഗുണ്ടയെ പിടിച്ചുകൊണ്ടൊന്ന് അടച്ചിട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ ഗുണ്ടയെ ക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. അതിനുശേഷം ചിരിച്ചുകൊണ്ട് വർക്കൗട്ടും ചെയ്യുകയാണ്. അടുത്ത ദിവസം പോലീസിന്റെ വെബ്സൈറ്റ് സൈക്കോ കില്ലർ ഹാക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അതിലോട്ടൊരു മെസ്സേജും അയക്കുന്നുണ്ട്. ഞാൻ ജീവനോട് കൂടി തന്നെയുണ്ട്, ഞാനാണ് ആ സൈക്കോ കില്ലർ, ഐ ആം ഗോഡ് എന്നായിരുന്നു ആ മെസ്സേജിൽ എഴുതിയിരുന്നതും. അതോടുകൂടി തങ്ങൾ കൊന്നു കളഞ്ഞത് യഥാർത്ഥ സൈക്കോ കില്ലർ അല്ല, യഥാർത്ഥ സൈക്കോ കില്ലർ ഇപ്പോഴും എവിടെയോ ജീവനോട് കൂടി ഉണ്ടെന്നും പോലീസുകാർക്ക് മനസ്സിലായി. അതോടുകൂടി ഭരത്തിന് വല്ലാത്ത പ്രഷറാകുവാനായും തുടങ്ങി. ഉയർന്ന ഉദ്യോഗസ്ഥൻ ഭരത്തിനെ ഒരുപാട് വഴക്ക് പറയും. നിങ്ങളുടെ സഹോദരി അവരോട് ക്രൂരത കാണിച്ച ആളിനെ തിരിച്ചറിഞ്ഞുവെന്ന് പറഞ്ഞ് അതാണ് സൈക്കോ കില്ലർ എന്ന് കരുതി നിങ്ങൾ എന്തിനാ അവനെ കൊന്നുകളഞ്ഞത്? അവന് പറയാനുള്ളത് ഒരു നിമിഷമെങ്കിലും നിങ്ങൾ കേൾക്കാൻ തയ്യാറാകണമായിരുന്നു. ഇത്രയും നാൾ നടന്നുകൊണ്ടിരുന്ന ആ ഒരു കൊലപാതകത്തിന്റെ അതേ പാറ്റേൺ തന്നെ അവന് പകയുണ്ടായിരുന്ന നിങ്ങളുടെ സഹോദരി അവൻ കൊല്ലുവാനായി ശ്രമിച്ചു. അതിനെന്തിനാണ് നിങ്ങൾ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ഉയർന്ന ഉദ്യോഗസ്ഥൻ ഒരുപാട് വഴക്ക് പറയുന്നു. അതോടുകൂടി ഭരത്തിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. എന്നാൽ അതേ സമയം തന്നെ അതേ പാറ്റേണിൽ ഒരു കൊലപാതകം കൂടി നടന്നിരിക്കുകയാണ്. അതൊരു ആക്ട്രസിന്റെ അമ്മയാണ് മരണപ്പെട്ടിരിക്കുന്നതും. സംഭവ സ്ഥലത്തേക്ക് ഭരതും കൂട്ടരും എത്തുകയാണ്. അവിടുത്തെ CCTV ഫുട്ടേജ് എല്ലാം ചെക്ക് ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥ സൈക്കോ കില്ലറിനെ കാണിക്കുന്നതും. പക്ഷേ മുഖം മൂടി അണിഞ്ഞിരിക്കുന്നുണ്ട്. എങ്ങനെ നമ്മൾ ഇവനെ തിരിച്ചറിയുമെന്ന് പോലീസുകാർ ചിന്തിക്കുന്ന സമയമായിരുന്നു ആ ഒരു സൈക്കോ കില്ലർ ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് മുഖംമൂടി മാറ്റുന്നതായും കാണിക്കുന്നത്. അത് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനായ ദേവ തന്നെയാണ്. ആ ഒരു ആക്ട്രസ് മറ്റാരുമല്ല, ദേവയുടെ കാമുകിയ ബിന്ദുവുമാണ്. യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചെറിയൊരു കൺഫ്യൂഷൻ വരില്ലേ? സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ അന്നേ ദിവസം ബിന്ദുവിന്റെ അമ്മയെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് ദേവ അവിടേക്ക് എത്തിയിരുന്നു. എന്നിട്ട് ബിന്ദുവിന്റെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്റെ ജീവിതം ഇങ്ങനെ ആകാൻ കാരണം നിങ്ങൾ ഒരു ഒറ്റ ആളാ, എന്റെ ഫാമിലി തന്നെ നശിച്ചു പോകുവാനായിട്ട് കാരണം നിങ്ങളാ. അങ്ങനെയുള്ള നിങ്ങൾ ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്ന് ബിന്ദുവിന്റെ അമ്മയോട് പറയുന്നു. എന്നാൽ ബിന്ദുവിന്റെ അമ്മ പറയുന്നതോ, എന്റെ മകൾ നന്നായിട്ട് ജീവിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലേ, അതുകൊണ്ടാണ് ഞാൻ അവളെ നിന്റെ അടുത്ത് നിന്നും ഒഴിവാക്കിക്കൊണ്ട് വന്നതെന്നുമൊക്കെ അമ്മ പറയുന്നു. എന്നാൽ അതെല്ലാം കേട്ട് ദേവിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എന്താണ് സംഭവിച്ചെന്നാൽ അന്നേ ദിവസം ബിന്ദുവിന്റെ വിവാഹം മുടങ്ങിയല്ലോ. അതെങ്ങനെയെന്നാൽ ദേവയുടെ കൂട്ടുകാർ അവനെ കടത്തിക്കൊണ്ടു പോയത് കൊണ്ടല്ല. അവർ കടത്തിക്കൊണ്ടു പോകുന്നതിന് മുൻപ് തന്നെ ദേവയുടെ കസിനാണെങ്കിലോ ദേവയുമായിട്ട് ബിന്ദുവിനുള്ള റിലേഷൻ എല്ലാവരും അറിഞ്ഞതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് കല്യാണം പകുതി വഴിയിൽ ഉപേക്ഷിച്ചിരുന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് വരുന്ന സമയമായിരുന്നു ദേവയുടെ കൂട്ടുകാർ അവനെ കടത്തിക്കൊണ്ടു പോയതും. ഈ വിവരമെല്ലാം അറിഞ്ഞ് ബിന്ദുവിന് വല്ലാതെ ദേഷ്യം വരികയും വിവാഹം മുടങ്ങിയതോർത്ത് ബിന്ദു അമ്മയുടെ മുന്നിൽ വന്ന് നിങ്ങളാണ് ഇതിനെല്ലാം കാരണമെന്ന് പറഞ്ഞിട്ട് അവിടെയുണ്ടായിരുന്ന കണ്ണാടിയിൽ കൈ മുറുക്കി ഇടിക്കുകയുണ്ടായി. അങ്ങനെ ഗ്ലാസ് പൊത്തു കയറിയാണ് ബിന്ദുവിന്റെ കൈ മുറിഞ്ഞതും. ദേവയോടുള്ള പ്രണയം കാരണമാണ് ബിന്ദു സൂയിസൈഡിന് ശ്രമിച്ചതെന്നാണ് ദേവ കരുതിയിരുന്നതും. പക്ഷേ അങ്ങനെയായിരുന്നില്ല. വിവാഹം കഴിഞ്ഞതിന് ശേഷം ബിന്ദുവിന്റെ സ്വഭാവമേ ആകെ മാറിപ്പോയി. വിവാഹത്തിന് മുൻപ് അവർ കരുതിയിരുന്നതോ, ദേവയുടെ ഫാമിലിയും ദേവയുടെ കസിന്റെ ഫാമിലിയും തമ്മിൽ വസ്തുതർക്കമുണ്ടായിരുന്നല്ലോ, അതിന്റെ പേരിൽ കേസ് നടക്കുകയാണ്. ദേവയുടെ അച്ഛന്റെ സ്വത്തുക്കളെല്ലാം ദേവയുടെ കസിന്റെ അച്ഛനാണെങ്കിൽ കൈവശം വെച്ചിരിക്കുക. അത് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ദേവയും ഫാമിലിയും കോടീശ്വരന്മാരാണ്. പക്ഷേ ആ ഒരു കേസ് വിജയിച്ചില്ല. അതിനായിട്ട് അവർ വലിയ പ്രാധാന്യവും കൊടുത്തിരുന്നില്ല. ആ ഒരു വിവരം ബിന്ദു അറിയുകയുണ്ടായി. അതോടുകൂടി തങ്ങൾ കാശുകാരാകില്ല എന്ന ചിന്ത ബിന്ദുവിനുണ്ടാവുകയും ബിന്ദുവിന്റെ അമ്മയും ഈ വിവരം അറിഞ്ഞ് ദേവയിൽ നിന്നും അവളെ പിരിച്ചുകൊണ്ടു പോവുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പിന്നീട് അവൾ ആക്ട്രസ് ആയതും. എന്നാൽ ആക്ട്രസ് ആയതിനു ശേഷം മന്ത്രിയുടെ മകനുമായിട്ട് അവൾ അഫെയർ ആയി. മന്ത്രിയുടെ മകൻ മാത്രമല്ല,
പല വമ്പന്മാരുമായിട്ടും അവൾക്ക് ബന്ധമുണ്ടായി. ബിന്ദു ഒരുപാട് പേരുടെ കയ്യിൽ നിന്നും കാശ് തട്ടിയെടുത്തിട്ടുണ്ട്. ഒരു ആക്ട്രസ് ആണല്ലോ, പ്രണയം നടിച്ചാണ് എല്ലാവരെയും തന്റെ വലയിൽ വീഴ്ത്തുന്നതും. മാത്രവുമല്ല, ദേവയുടെ ജീവിതം തകരുവാനായിട്ട് ബിന്ദുവിന്റെ അമ്മയും ഒരു കാരണമായതുകൊണ്ടാണ് ബിന്ദുവിന്റെ അമ്മയെ ദേവ കൊന്നു കളഞ്ഞത്. എന്നാൽ ഇതിനിടയിൽ വെച്ച് ദേവയുടെയും ബിന്ദുവിന്റെയും കോളേജ് ലൈഫൊക്കെ കാണിച്ചു കൊണ്ടിരുന്നില്ലേ, അതൊക്കെ 2 വർഷം മുൻപ് നടന്ന കാര്യമാണ്. അന്ന് ദേവയും കോളേജിൽ വെച്ച് കുറച്ച് പ്രശ്നമുണ്ടാക്കിയ സമയത്ത്, അന്ന് ഭരത്തും കൂട്ടരും ജീപ്പിൽ വരുന്ന സമയത്ത് കോളേജിൽ നടക്കുന്ന ഫൈറ്റ് കണ്ടതും ആ ഒരു ഫൈറ്റിലേക്ക് പോലീസുകാർ ഇടപെട്ട് ദേവയും മറ്റുള്ളവരെയും ഒത്തുതീർപ്പാക്കി വിട്ടതും 2 വർഷം മുൻപ് നടന്ന സംഭവമാ. അന്ന് ഭരത് സസ്പെൻഷനിലാകാതെ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന സമയമായിരുന്നു. ഇതെല്ലാം 2 വർഷം മുൻപ് നടന്നതാ. 2 വർഷത്തിന് ശേഷമാണ് ദേവയുടെ ജീവിതം മാറി മറിഞ്ഞതും ദേവ സൈക്കോ കില്ലറായി മാറിയതും. ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടല്ലോ. അങ്ങനെ ബിന്ദുവാണെങ്കിൽ തന്റെ അമ്മ മരണപ്പെട്ടതോടുകൂടി ദേവ ഉറപ്പായിട്ടും തന്നെയും തേടി വരും എന്നുള്ളൊരു പേടി ഭരത്തിനോട് ബിന്ദു പറയുന്നുണ്ട്. ബിന്ദുവിന്റെ സ്വഭാവമെല്ലാം ഭരത്തിന് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല, ബിന്ദുവാണെങ്കിൽ പ്രണയം നടിച്ചാണ് എല്ലാവരുടെ കയ്യിൽ നിന്നും കാശ് തട്ടിയെടുത്ത് ഇന്നീ കാണുന്ന നിലയിലായിരിക്കുന്നതും. എന്നാൽ ഇപ്പോൾ മന്ത്രിയുടെ മകനുമായിട്ടും അഫെയറിലാണല്ലോ. എന്തിനാ അവളുടെ സ്വഭാവത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്? അവൾ പറഞ്ഞ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാം, അതുമാത്രം ഞങ്ങൾ ചെയ്താൽ മതിയെന്നും ഭരത് ചിന്തിക്കുന്നു. അങ്ങനെ ബിന്ദുവിന് പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണ്. എത്ര പ്രൊട്ടക്ഷൻ കൊടുത്താലും ഒരു ഘട്ടത്തിൽ ദേവയാണെങ്കിൽ ബിന്ദുവിനെ കടത്തിക്കൊണ്ടു പോവുകയാണ്. ഈ വിവരം പോലീസ് ഉദ്യോഗസ്ഥർ അറിയുന്നു. സത്യത്തിൽ എന്തുകൊണ്ടാണ് ദേവ ബിന്ദുവിനോട് ഇങ്ങനെ പെരുമാറുവാനായിട്ട് കാരണമെന്നും എന്തുകൊണ്ടാണ് അവൻ സൈക്കോ കില്ലറായി മാറിയതെന്നും ഒരു ഫ്ലാഷ് ബാക്ക് വഴി കാണിക്കുന്നു. എല്ലാവരെയും പോലെ ദേവ സന്തോഷത്തോടു കൂടിയാണ് ബിന്ദുവിനൊപ്പം പുതിയൊരു ജീവിതം ആരംഭിച്ചത്. എന്നാൽ ബിന്ദു കരുതിയിരുന്നതോ ദേവയുടെ അച്ഛനും അമ്മയും കേസിന് പോകുമെന്നും ആ ഒരു സ്വത്തേക്ക് തിരിച്ചു പിടിക്കുമെന്നും അപ്പോൾ പണക്കാരിയായി ജീവിക്കാമെന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. പക്ഷെ അതൊന്നും നടന്നില്ല. അതോടുകൂടി ബിന്ദുവിന് ദേവയുടെ അച്ഛനോടും അമ്മയോടും വല്ലാത്ത ദേഷ്യമായി. ദേവയുടെ അച്ഛനോടും അമ്മയോടും ബിന്ദു എപ്പോഴും പ്രശ്നമുണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഒരു തരത്തിലും സ്വസ്ഥതയില്ലാത്തൊരു ജീവിതമായിരുന്നു ദേവയുടെയും ബിന്ദുവിന്റെയും. എന്നാൽ ഒരു ഘട്ടത്തിൽ ബിന്ദുവാണെങ്കിൽ ദേവയുടെ അച്ഛനെ തല്ലാൻ വരെ കൈയോങ്ങും. അതൊന്നും അച്ഛന് സഹിക്കാൻ കഴിഞ്ഞില്ല. ദേവയ്ക്ക് വരെ അവളെ കൺട്രോൾ ചെയ്യാൻ കഴിയാതായി. എന്നാൽ ഒരു ഘട്ടത്തിൽ ബിന്ദുവാണെങ്കിൽ അച്ഛനും അമ്മയും അവളെ വീട്ടിലിട്ട് ഉപദ്രവിക്കുന്നുവെന്ന് കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി പോലീസുകാരാണെങ്കിൽ ദേവയുടെ അച്ഛനെയും അമ്മയും അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു. ദേവയുടെ അച്ഛനെയും അമ്മയും പോലീസ് അറസ്റ്റ് ചെയ്ത അതേ സമയം തന്നെ ബിന്ദുവാണെങ്കിൽ തന്റെ സാധനങ്ങളെല്ലാം പിറക്കി അവിടെ നിന്നും ഇറങ്ങിപ്പോവുകയും ചെയ്തു. എന്നാൽ ദേവ കഷ്ടപ്പെട്ടാണ് തന്റെ അച്ഛനെയും അമ്മയും സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നതും. എന്നാൽ വീട്ടിലേക്ക് എത്തുന്ന അച്ഛനെയും അമ്മയും നാട്ടുകാർ ഒരുപാട് പരിഹസിക്കും. മരുമകളോട് ഇത്രയും ക്രൂരത ചെയ്യുന്ന ഒരു അച്ഛനും അമ്മയും ഈ ലോകത്ത് കാണില്ല എന്നൊക്കെ പറഞ്ഞാണ് അവരെ കുറ്റപ്പെടുത്തിയത്. അവർക്കതൊന്നും സഹിക്കാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം ദേവ വീട്ടിലില്ലാത്ത തക്കം നോക്കി ഗ്യാസ് കുറ്റി മനഃപൂർവ്വം ബ്ലാസ്റ്റ് ചെയ്ത് 2 പേരും മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. വീട്ടിലേക്ക് എത്തുന്ന ദേവയാണെങ്കിൽ വീട് മുഴുവൻ കത്തി നശിക്കുന്നതാണ് കണ്ടത്. എന്നാൽ ദേവ ഓടി വരുന്ന സമയം തന്നെ അവൻ ബോധം കെട്ട് തറയിലേക്ക് വീഴുകയും അവനെ രക്ഷിക്കുവാനായിട്ട് അവന്റെ വീട്ടിൽ എപ്പോഴും കാവൽ പോലെ ഉണ്ടാകുന്നൊരു പയ്യനില്ലേ, അവനാണ് അവിടേക്ക് വന്നതും. എന്നാൽ നാട്ടുകാരെല്ലാവരും കരുതിയിരുന്നതോ ദേവയും അതിനുള്ളിൽപ്പെട്ട് മരണപ്പെട്ടു പോയിന്നാ. പക്ഷേ ദേവയെ ആ പയ്യൻ സേഫായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരുന്നു. അതോടുകൂടി ദേവയ്ക്ക് എല്ലാവരോടും ദേഷ്യമായി. നിയമത്തിന് മുന്നിൽ സ്ത്രീകൾ എന്ത് പറയുന്നോ അതാണല്ലോ ശരി. മറ്റുള്ളവർ പറയുന്ന സത്യം എന്തെന്ന് പോലും ആരും കേൾക്കുവാനായിട്ടും തയ്യാറാകത്തില്ലല്ലോ. മാത്രമല്ല, ദേവയുടെ വീട്ടിന് അടുത്തായിട്ടൊരു പയ്യനാണെങ്കിൽ ഒരു പെൺകുട്ടിയെ പ്രണയിക്കുകയും ആ പെൺകുട്ടിയാണെങ്കിൽ ഈ പയ്യനെതിരായിട്ട് കള്ളക്കേസ് കൊടുക്കുകയും ചെയ്തു. അതോടുകൂടി ആ പയ്യൻ സൂയിസൈഡ് ചെയ്തു. ഇതെല്ലാം ദേവയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. താൻ എന്തിനവളെ പ്രണയിച്ചു? പ്രണയിച്ചത് കൊണ്ടല്ലേ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത്? പ്രണയിക്കാനേ പാടില്ലായിരുന്നു എന്നുള്ള ചിന്തയൊക്കെ ദേവയ്ക്ക് വന്നു തുടങ്ങി. അവന്റെ സമനില തെറ്റി. അന്നു മുതൽ ദേവ പ്രണയത്തിൽ ചതിക്കുന്നവരെയും ആൺകുട്ടികൾക്കെതിരായിട്ട് കള്ളക്കേസ് കൊടുക്കുന്ന പെൺകുട്ടികളെയും ഒക്കെ കണ്ടെത്തുവാനായും തുടങ്ങി. എന്നിട്ട് ആ പെൺകുട്ടികളെയൊക്കെ ക്രൂരമായി കൊലപ്പെടുത്തും. പെൺകുട്ടികളുടെയൊക്കെ വിരല് അറുത്തെടുക്കുന്നത് എന്തിനെന്നാൽ ഈ പെൺകുട്ടികൾ കള്ളക്കേസ് കൊടുക്കുന്ന സമയത്ത് ഈ വിരലുപയോഗിച്ചല്ലേ അവർ ഓരോ പയ്യന്മാരെയും ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിരൽ അറുത്തെടുത്ത് കളയുന്നതും. മാത്രവുമല്ല, സൈക്കോ കില്ലർ ഓരോ പെൺകുട്ടികളെയും കൊല ചെയ്യുന്ന സമയത്ത് ഈ പെൺകുട്ടികൾ എല്ലാവരും പരസ്പരം കണക്റ്റഡ് ആകുന്നത് ഈ ഒരു റീസണിലാണെന്ന് പോലീസുകാർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ദേവയാണെങ്കിലോ പോലീസിന്റെ സൈറ്റ് ഹാക്ക് ചെയ്യുകയും പെൺകുട്ടികളുടെ ആ ഒരു കേസ് ഫയലെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയും ചെയ്യുന്നു. അതോടുകൂടി പോലീസുകാർക്ക് ഇങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെന്ന് കണ്ടെത്താൻ കഴിയാതായി പോകുന്നു. അതാണ് കേസ് ഇത്രയും നീണ്ടുപോകുവാനായിട്ടും കാരണമായത്. മാത്രവുമല്ല, ദേവ എന്നൊരു ഗുണ്ടയെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ട് അതിനെ ക്രൂരമായിട്ട് കൊന്നുകളഞ്ഞല്ലോ. അത് മറ്റാരുമല്ല, അന്ന് ദേവയായിട്ട് ഫൈറ്റ് നടത്തിയ കുറച്ച് ഗുണ്ടകളില്ലേ, അവരെ ഓരോരുത്തരെയുമായിട്ടാണ് ദേവ കൊന്നുകളഞ്ഞതും. അന്നവർ ഫൈറ്റ് ചെയ്ത സമയത്ത് പറഞ്ഞിരുന്നല്ലോ,
അവളെ തട്ടിക്കൊണ്ടുപോയി റേപ്പ് ചെയ്ത് എവിടെയെങ്കിലും ഉപേക്ഷിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ളവന്മാരും ജീവനോടെ കാണാൻ പാടില്ല എന്ന് കരുതിയാണ് ദേവ അത് ചെയ്തിരിക്കുന്നതും. അങ്ങനെ ദേവ ഇപ്പോൾ ബിന്ദുവിനെ കടത്തിക്കൊണ്ട് പോവുകയാണല്ലോ. സിനിമയുടെ തുടക്കത്തിൽ രാത്രി ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് വന്നിട്ട് അവൾ എന്തോ കഴിക്കുവാനായി നിൽക്കുന്ന സമയം അവളുടെ പിന്നിലായിട്ട് സൈക്കോ കില്ലർ നിൽക്കുന്നത് കാണിച്ചില്ലേ? അത് സത്യത്തിൽ ദേവയും ആ പെൺകുട്ടി ബിന്ദുവുമായിരുന്നു. അങ്ങനെ ബിന്ദുവിനെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ബിന്ദുവിനെ ഒരു ആളൊഴിഞ്ഞ സ്ഥലത്തേക്കാണ് കൊണ്ടുവരുന്നതും. എന്നാൽ അവളാണെങ്കിൽ ദേവയോട് ഒരുപാട് കെഞ്ചുന്നുണ്ട്. നീ എന്നോട് ക്ഷമിക്കേ, എന്നെ ഒന്നും ചെയ്യരുത്. നീ പറയണത് എന്തും ഞാൻ അനുസരിക്കാം. നമുക്ക് രണ്ടുപേർക്കും ഇതെല്ലാം മറന്ന് പുതിയൊരു ജീവിതം ആരംഭിക്കാം. സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാം. ഞാൻ നിന്നെ ഇനി ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചോളാമെന്നും ബിന്ദു പറയുന്നു. പക്ഷേ അതൊന്നും കേൾക്കുവാനായിട്ട് ദേവ കൂട്ടാക്കുന്നില്ല. നീ പറഞ്ഞതൊക്കെ ശരിയാണോ? നീ ഇനി എന്നെങ്കിൽ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുമോ? എങ്കിലൊരു കാര്യം ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും മരിക്കാമെന്ന് പറഞ്ഞ് അവളെ നേരെ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അതേസമയം തന്നെ ഭരത്തും കൂട്ടരും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഉടനെ തന്നെ ദേവയ്ക്കടുത്തേക്ക് വരും. ഒന്നും ചെയ്യരുത്, ഞങ്ങൾ പറയുന്നതനുസരിക്ക്, നീ ഞങ്ങളുടെ മുന്നിൽ സറണ്ടർ ആകുവാനായിട്ടും ഭരത് പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും കേൾക്കുവാനായിട്ട് ദേവ കൂട്ടാക്കുന്നതേയില്ല. ഒരു ഘട്ടത്തിൽ ഭരതാണെങ്കിൽ ദേവയെ ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ദേവ താഴെ വീഴുന്ന ഗ്യാപ്പിൽ തന്നെ ബിന്ദു ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടുവാനായിട്ട് ശ്രമിക്കും. ബിന്ദുവിനാണെങ്കിൽ സത്യത്തിൽ ദേവയോട് ഒരു തരത്തിലുള്ള സ്നേഹവുമില്ല. അവൾക്കാണെങ്കിൽ എല്ലാവരുടെയും കാശ് മതിയല്ലോ. പക്ഷെ ദേവയാണെങ്കിൽ പോലീസ് വെടിവെച്ചതിൽ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ എങ്ങനെയൊക്കെയോ എഴുന്നേറ്റ് വന്ന് രക്ഷപ്പെട്ടു പോകുവാനായി ശ്രമിക്കുന്ന ബിന്ദുവിനെ പിടികൂടുകയും അവളെയും കൊണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എടുത്ത് ചാടുകയും ചെയ്തു. അതോടുകൂടി പോലീസിന് സൈക്കോ കില്ലറിനെ പിടികൂടാൻ കഴിയാതായി. പക്ഷേ പോലീസിന് ആശ്വാസമായി, കാരണം സൈക്കോ കില്ലർ മരിച്ചല്ലോ. അങ്ങനെ ഭരതും കൂട്ടരും അടുത്ത ദിവസം പ്രസ് മീറ്റിൽ പങ്കെടുക്കുകയാണ്. സൈക്കോ കില്ലർ മരണപ്പെട്ടു, അതോടുകൂടി ഈ ഒരു കേസ് ഇവിടെ ക്ലോസ് ആവുകയാണെന്ന് പറഞ്ഞ് സൈക്കോ കില്ലർ ഓരോ പെൺകുട്ടികളെ കൊല്ലുവാനുണ്ടായ കാരണങ്ങളും തുറന്നു പറയുകയാണ്. എന്നാൽ മീഡിയക്കാർ ചോദിക്കുന്നതോ, സൈക്കോ കില്ലർ മരണപ്പെട്ടു എന്നുണ്ടെങ്കിൽ അതിന് തെളിവായിട്ട് ഡെഡ് ബോഡി എവിടെ എന്നുള്ള ചോദ്യം വന്നു. പക്ഷേ അതിനവർക്ക് മറുപടിയില്ല. വെള്ളച്ചാട്ടത്തിൽ നിന്ന് താഴേക്ക് ചാടി എന്ന് പറഞ്ഞാലും മീഡിയക്കാരും വിശ്വസിക്കുന്നതേയില്ല. അതേ സമയത്തായിരുന്നു പോലീസിന്റെ ഹാക്ക് ചെയ്ത വെബ്സൈറ്റിലേക്ക് ഒരു മെസ്സേജ് വരുന്നതും. ഞാനാണ് ആ സൈക്കോ കില്ലർ, ഞാൻ മരണപ്പെട്ടിട്ടില്ല, ഞാൻ എങ്ങനെ മരിക്കാനാ, ഞാൻ ദൈവമല്ലേ, ഐ ആം ഗോഡ് എന്നായിരുന്നു ആ ഒരു മെസ്സേജും. അതോടുകൂടി എല്ലാവരും ഷോക്കായി പോവുകയാണ്. കാരണം പോലീസുകാരുടെ കൺമുന്നിൽ വെച്ചാണല്ലോ ദേവ മരണപ്പെട്ടതും. പിന്നെ ആരായിരിക്കും ഈ സൈക്കോ കില്ലർ എന്നൊരു സംശയം അവർക്കുണ്ടാകുന്നു. എന്നാൽ ഈ വിവരം ന്യൂസ് ചാനൽ വഴി എല്ലാവരും അറിഞ്ഞല്ലോ. അതോടുകൂടി മറ്റുള്ളവർക്കെതിരായിട്ട് കള്ളക്കേസൊക്കെ കൊടുത്തിരിക്കുന്ന എല്ലാവരും അത് പിൻവലിക്കുവാനായിട്ടുള്ള ഓട്ടമായി. ഏകദേശം 10,000-ൽ പരം കള്ളക്കേസുകൾ ഉണ്ടായിരുന്നു. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരായിട്ട് അവർ കൊടുത്ത കള്ളക്കേസുകളെല്ലാം പിൻവലിക്കുവാനായും തുടങ്ങി. സൈക്കോ കില്ലർ ജീവനോട് കൂടിയുണ്ടെങ്കിൽ തങ്ങളും കൊല ചെയ്യപ്പെടുമോ എന്ന പേടിയായി എല്ലാവർക്കും. സത്യത്തിൽ ദേവ ആഗ്രഹിച്ചിരുന്നത് അവന്റെ അച്ഛനും അമ്മയും ബിന്ദുവും അവന്റെ മക്കളും ചേർന്ന സന്തോഷകരമായിട്ടുള്ള ജീവിതമായിരുന്നല്ലോ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അവനത് കിട്ടിയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ദേവയാണെങ്കിൽ അവന്റെ അച്ഛനും അമ്മയ്ക്കും അടുത്തെത്തിയിരിക്കുകയാണ്. അങ്ങനെ ദേവയുടെ അച്ഛനെയും അമ്മയും ബിന്ദുവിനെയും ദേവയും ഒക്കെ കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.